തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അത്ഭുതങ്ങളൊക്കെ നിഷേധിക്കുന്നവരാണ് പുത്തൻവാദികൾ, വഹാബികൾ. എന്നാൽ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ മൗലിദ് കിതാബുകളിലും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തന്നെ 7 ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ പോലും അൽ ബിദായത്തു വന്നിഹായയിൽ ഒരു അധ്യായം തന്നെ, ഒരു ഫസ്ല് തന്നെ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഫസ്ലും ഫീമാ ബഖാ മിനൽ ആയാതി ലൈലത മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ രാത്രി, ജനിച്ച രാത്രി, ആ സമയത്ത് ഉണ്ടായ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, ദിക്റു ഇർതിജാസി ഈവാനി കിസ്റ. കിസ്റ കൊട്ടാരം ഞെട്ടിവിറച്ചു, അതിനെപ്പറ്റി പറയുന്ന അധ്യായം. സുഖൂത്തിശ്ശറഫ, ഗോപുരങ്ങൾ തകർന്നടിഞ്ഞു വീണു, അതിനെപ്പറ്റി പറയുന്ന അധ്യായം. വഖുമൂദിൻ നീറാൻ, അവർ ആരാധിച്ചിരുന്ന തീകുണ്ടാരങ്ങൾ കെട്ടടങ്ങി. വറുഇയൽ മുബിദാൻ, അവരുടെ ഏറ്റവും വലിയ കാളിയായിരുന്ന, കിസ്റയുടെ ഏറ്റവും വലിയ കാളിയായിരുന്ന മൂബിദാൻ എന്നയാൾ പ്രത്യേകമായ ചില സ്വപ്നങ്ങൾ കണ്ടു. വഗൈരി ദാലിക മിനദ് ദലാലാത്ത്, ഇതുപോലെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ മേലും അവിടുത്തെ പ്രവാചകത്വത്തിന്റെ മേലും അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. സനദ് സഹിതം അവർ പറയുന്നു, ഹദ്ദസനി മഖ്സൂം ഇബ്നു ഹാനി അൽ മഖ്സൂമി അൻ നബീഹി എന്ന് മഖ്സൂം ഇബ്നു ഹാനിയെ ഹാനിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എല്ലാ ധാരാളം കിതാബിൽ ഈ സനദടക്കം, ഇതുപോലെയുള്ള സനദടക്കം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസം വന്നപ്പോൾ കിസ്റ കൊട്ടാരം നെട്ടിവിറച്ചു. 14 ഗോപുരങ്ങൾ പൊട്ടിപ്പിളർന്നു വീണു. ഫാരിസ, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം കെട്ടടങ്ങി. വലം തഹ്മുദ് ഖബ്ല ദാലിക ബി അൽഫി ആം, 1000 വർഷം മുമ്പ് കത്താൻ തുടങ്ങിയതായിരുന്നു, ഇതുവരെ കെട്ടിട്ടില്ല. വഗാലത്തു ബഹീറത്തു സാവ, സാവ തടാകം വറ്റി വരണ്ടു. വറഅൽ മുബിദാനു ഇബ്ലൻ സിആബൻ തഖൂദു ഖൈലൻ ഇറാബ.